മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇനി. 2020 ലോകകപ്പ് ഫൈനലിനെ ഇന്ത്യ ഒരുങ്ങുമ്പോൾ വലിയ പ്രതീക്ഷയിലാണ് രാജ്യമെങ്ങും. സഞ്ജു സാംസണിനെ പ്രശംസിച്ചായിരുന്നു ഇന്ന് ക്യാപ്റ്റൻ സൂര്യകുമാറിന്റെ വാർത്താ സമ്മേളനം. ഇന്ത്യയുടെ പരിശീലനം അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ തുടരുകയാണ്. അതിനിടയിൽ ചില കൗതുകങ്ങൾ കൂടിയുണ്ട്. ഇന്ത്യയുടെ സ്ഥിരം ഹോട്ടൽ മാറ്റിയത് തുടർച്ചയായുള്ള പരാജയത്തിന്റെ പശ്ചാത്തലത്തിലാണെന്നാണ് റിപ്പോർട്ട്. രുജീഷ് വി രവീന്ദ്രൻ ചേരുന്നവിടെ നിന്ന്. രുജീഷ്, ചാന്ദ്രഗ്രഹണത്തിന്റെ പേരിൽ ഇന്ത്യൻ ടീം നേരത്തെ പരിശീലനം വൈകിപ്പിച്ചിരുന്നു. ഇതിപ്പോൾ എന്താണ് കാരണം? ഈ പറയുന്ന പോലെ രാശി തന്നെയാണോ പ്രശ്നം? സനീഷ്, സ്വാഭാവികമാണ് ഇത്തരത്തിൽ ഒരു മത്സരത്തിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ഇത്തരം വാർത്തകൾ കേൾക്കും. അത് പക്ഷേ ഔദ്യോഗികമായ സ്ഥിരീകരണം അവർ നൽകുന്നില്ല. പക്ഷേ നമുക്കറിയാം, അഹമ്മദാബാദിൽ വരുമ്പോഴൊക്കെ ITC നർമ്മദയിലായിരുന്നു ഇന്ത്യൻ ടീം താമസിച്ചിരുന്നത്. കഴിഞ്ഞ ലോക ഫൈനലിന് വരുമ്പോൾ അത് അത്തരത്തിൽ താമസിച്ചു. അവിടെ ഒരു വലിയ പരാജയം ഇന്ത്യക്ക് ഫൈനൽ ഏറ്റുവാങ്ങി. പിന്നീട് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ മത്സരത്തിന് വന്നപ്പോഴും അതേ ഹോട്ടലിൽ തന്നെയായിരുന്നു, അവിടെയും പരാജയം ഏറ്റുവാങ്ങി. എന്തായാലും ഇത്തവണ അത് താജ് സ്കൈലൈനിലേക്ക് താമസം മാറ്റിയിട്ടുണ്ട്. സാധാരണഗതിയിലുള്ള ഒരു മാറ്റം എന്ന് മാത്രമാണ് ഔദ്യോഗിക വിശദീകരണം. പക്ഷേ ആ തരത്തിലൊരു റിപ്പോർട്ട് വരുന്നുണ്ട്. കാരണം ഇത് രാശിയുടെ പേരിലുള്ള ഒരു മാറ്റമാണ് എന്ന് നമ്മൾ നേരത്തെ സനീഷ് സൂചിപ്പിച്ചതുപോലെ നേരത്തെ ചന്ദ്രഗ്രഹണം സമയത്തൊക്കെ പരിശീലനം 1 മണിക്കൂർ വൈകിപ്പിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ അത്തരം കൗതുകങ്ങൾ ഉണ്ട്, ചില പ്രതീക്ഷകൾ ആ തരത്തിൽ കൂടിയുണ്ട്. എന്തായാലും നമ്മൾ വലിയ ആവേശത്തിൽ തന്നെയാണ് ആരാധകർ. നമുക്കിവിടെ കാണാം. കാരണം നാളെയാണ് മത്സരം. പക്ഷേ ഇന്ന് തന്നെ ഈ ടീം പരിശീലനം നടത്തുന്ന സമയത്ത് തന്നെ ഈ സ്റ്റേഡിയത്തിന് പുറത്തേക്ക് നിരവധി ആരാധകർ എത്തിച്ചേർന്നിരിക്കുന്നു. സ്റ്റേഡിയത്തിന് പുറത്ത് ഈ ജേഴ്സികൾ വിൽക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും അത് ഉച്ച മുതൽ നമ്മൾ എത്തിയപ്പോൾ തന്നെ കാണുന്നതാണ്. അത്തരത്തിൽ വലിയ തരത്തിൽ ആവേശത്തിൽ തന്നെയാണ് ആളുകളുള്ളത്. പരിശീലനം ഉള്ളിൽ തുടരുകയാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ സൂര്യകുമാർ യാദവ് ഒക്കെ സംസാരിക്കുമ്പോൾ സഞ്ജു സാംസന്റെ പേര് വളരെ എടുത്തു പറഞ്ഞായിരുന്നു സൂര്യകുമാർ യാദവ് പ്രതികരിച്ചത്. കാരണം സഞ്ജു ടീമിൽ ഇല്ലാത്തപ്പോൾ പോലും കഠിനാധ്വാനം ചെയ്യുന്ന താരമാണ്, ടീമിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറുള്ള താരമാണ് എന്ന് പറയുമ്പോൾ നാളത്തെ മത്സരത്തിലും സഞ്ജു സാംസൺ തന്നെയായിരിക്കും ശ്രദ്ധാകേന്ദ്രം എന്ന കാര്യത്തിൽ ഉറപ്പാണ്. എന്തായാലും വലിയ ആവേശത്തിൽ തന്നെയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. ഒരു ടീം ആദ്യമായാണ് ഒരു ടീം കിരീടം നേടിയ ടീം അവിടെ നിലനിർത്തുന്നതിന് വേണ്ടി പോകുന്ന ഒരു പോരാട്ടമാണ്. കാരണം ഇതുവരെ ഒരു ടീമും ഒരു കിരീടം നിലനിർത്തിയിട്ടില്ല, സ്വന്തം മണ്ണിൽ കിരീടം നേടിയിട്ടില്ല, 3 തവണ കിരീടം നേടിയിട്ടില്ല. അങ്ങനെ എല്ലാ റെക്കോർഡുകളും ഒന്നിച്ച് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഇന്ത്യക്ക് മുന്നിലുള്ളത്. വലിയ ആവേശത്തിൽ ആരാധകർ കാത്തിരിക്കുകയാണ് സനീഷ്.